വർഷം കഴിഞ്ഞ് എന്നിട്ടും മാറ്റമൊന്നുമില്ല. മോണിക്കപ്പനവതിക്ക് ചിന്തിക്കത്തില്ലേ, ഇത്രയൊക്കെ സംഭവിച്ചു എന്നിട്ട് ഒരു മാറ്റമൊന്നുമില്ല, ഇനി പരിപാടി അങ്ങോട്ട് അവസാനിപ്പിച്ചേക്കാം. അല്ല, തന്റെ മകൻ മാനസാന്തരപ്പെടുന്നത് വരെ ഒരമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത് വരെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രാർത്ഥനകളിലൂടെ ആരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഇടപെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, ആ ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നത് വരെ വിശ്വാസത്തോടെ ക്ഷമയോടെ കാത്തിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ഈ കാത്തിരിപ്പിൽ സുന്ദരമായ കാര്യങ്ങൾ ദൈവം ചെയ്യും. ആരുടെ ജീവിതത്തില് ആർക്കു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ അവന്റെ ജീവിതത്തിനേക്കാൾ അവളുടെ ജീവിതത്തിനേക്കാൾ ഉപരിയായി ഈ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന എന്റെ ജീവിതത്തിൽ ദൈവം, എന്റെ ആത്മാവിൽ ദൈവം സുന്ദരമായ കാര്യങ്ങളും അതിസുന്ദരമായ അനുഭവങ്ങളും എനിക്ക് ദൈവം സമ്മാനിക്കും. അതാണ് ഒരു കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിൽ ദൈവത്തിന്റെ നിരന്തരമായ ഒരു പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് സങ്കീർത്തകൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് ചെവി ചായ്ച്ച് എന്റെ നിലവിളി കേട്ടു. പിന്നെയോ ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടെ നിന്ന് കരകയറ്റി. മരണതുല്യമായ മരണഗർത്തമായ പാപത്തിന്റെ ചേറ്റിൽ നിന്നൊക്കെ ഈ നിലവിളിച്ചും കണ്ണുനീരോടെ ഇങ്ങനെ കർത്താവിൽ ആശ്രയിച്ച് ക്ഷമയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ശത്രുവിൽ നിന്നും പാപത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും വേദനകളിൽ നിന്നും കർത്താവ് കൈക്ക് പിടിച്ച് സങ്കീർത്തകനെ, വചനം പറയുന്ന പോലെ സങ്കീർത്തകനെ കരകയറ്റി. എന്നിട്ട് പറയാണ്, എന്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു, എന്റെ കാൽവയ്പുകൾ കർത്താവ് സുരക്ഷിതമാക്കി. സങ്കീർത്തകന് ഒരു ദൈവാനുഭവം ഉണ്ടായി. എന്ത് ചെയ്തപ്പോ? ക്ഷമയോടെ കാത്തിരുന്നു. ആ ദൈവാനുഭവമാണ് സങ്കീർത്തകൻ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് എന്നെ പാറമേൽ ഉറപ്പിച്ചു നിർത്തി എന്ന് പറഞ്ഞാൽ അതി സ്ട്രോങ് ആയിട്ട് എന്റെ കാലുകൾക്ക് ബലം നൽകി എന്റെ ജീവിതത്തിന്, എന്റെ വിശ്വാസ ജീവിതത്തിന് പാറ പോലെ എന്റെ വിശ്വാസ ജീവിതത്തെ ഉറപ്പിച്ചു, എന്റെ വിശുദ്ധ ജീവിതത്തെ പാറ പോലെ ഉറപ്പിച്ചു എന്ന് സങ്കീർത്തകൻ പറയുകയാണ്. എന്റെ കാൽവെപ്പുകളെല്ലാം കർത്താവ് സുരക്ഷിതമാക്കി. അതുപോലുള്ള ഒരു സുരക്ഷിതത്വം കർത്താവ് നൽകി. അതിനൊക്കെ സങ്കീർത്തകൻ പറയുന്നത്, സങ്കീർത്തകൻ ആകെ ചെയ്തത് കണ്ണുനീരോടെ നിലവിളിച്ച് വിശ്വാസത്തോടെ ക്ഷമയോടെ കർത്താവിന് വേണ്ടി കാത്തിരുന്ന് 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 പ്രാർത്ഥിച്ചു. ഈ കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോ സങ്കീർത്തകൻ നമ്മുടെ ഒക്കെ പ്രാർത്ഥന ഇങ്ങനെ, നമ്മുടെ ഒക്കെ ചങ്കിന്റെ വേദന ഉള്ളിലേക്ക് എടുത്തിട്ട് സങ്കീർത്തകൻ പറയാണ്, കർത്താവേ നീ വൈകരുതേ. അവസാനത്തെ വചനത്തിൽ അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട്. ഞാൻ പാവപ്പെട്ടവനും ദരിദ്രനുമാണ്, എങ്കിലും കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട്. അങ്ങന്റെ സഹായകനും വിമോചകനുമാണ് എന്റെ ദൈവമേ, നീ വൈകരുതേ. എന്റെ ജീവിതത്തിൽ ഇടപെടാൻ നീ വൈകരുതേ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പക്ഷെ കാത്തിരിക്കാൻ തയ്യാറാണ്. വൈകിയാലും കാത്തിരിക്കാൻ തയ്യാറാണ്.